മാത്യു കുഴൽനാടൻ MLA സഹനിക്ഷേപകരുടെ വീട്ടിൽ വിജിലൻസ് പരിശോധന. ഇടുക്കി ചിന്നക്കനാൽ കപ്പിത്താൻ റിസോർട്ടിലെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിലാണ് നടപടി. ജീൻ നൽകും വിവരങ്ങൾ. ജീൻ, എപ്പോഴായിരുന്നു പരിശോധന ആരംഭിച്ചത്? തുടരുകയാണോ വിവരങ്ങൾ? പ്രജീഷ്, രാവിലെ മുതൽ പരിശോധന നടക്കുന്നുണ്ട്. ഏതാണ്ട് 3 ജില്ലകളിലായിട്ടാണ് ഈ കേസിലെ പ്രതികളുള്ള. ഈ കേസിലെ പ്രധാന പ്രതികളുടെ എല്ലാം വീടുകളിലോ ഓഫീസുകളിലോ ഒക്കെ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടിന്റെ ചിന്നക്കനാലിലെ കപ്പിത്താൻ ബംഗ്ലാവ് എന്ന റിസോർട്ടിൽ നിക്ഷേപമുള്ളവരാണ് പത്തനംതിട്ട റാന്നി കാവുങ്കൽ വീട്ടിൽ ടോം സാബു എന്നിവർ. അവരുടെ വീടുകളിലും അതോടൊപ്പം തന്നെ ഇവർക്ക് ബൈസൺ വാലിയിൽ മറ്റൊരു റിസോർട്ടും ഉണ്ട്. എക്സ്റ്റേണോ കമീലിയ ആൻഡ് ഇലക്ട്രീരിയ എന്നുള്ളതാണ് ആ റിസോർട്ടിന്റെ പേര്. ആ റിസോർട്ടിലും പരിശോധന നടന്നു. ഇതിനു പുറമെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ വീടുകളിലും പരിശോധന നടന്നു എന്നുള്ളതാണ് വിജിലൻസ് നൽകുന്ന വിവരം. പ്രധാനപ്പെട്ട പ്രതികളുടെ എല്ലാം വീടുകളിൽ വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട്. പ്രധാനമായും 2 കുറ്റങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമി അത് കൈമാറ്റം ചെയ്തു. അതിന് MLA സ്വാധീനം ഉപയോഗിച്ചു എന്നതാണ് മാത്യു കുഴൽനാടിനെതിരെയുള്ള കുറ്റമായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമി കയ്യേറ്റം നടന്നു എന്നുള്ളതാണ്. ഈ 2 പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. 21 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ മാത്യു കുഴൽനാടൻ, അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടിന്റെ സഹനിക്ഷേപകർ, ഭൂമിയുടെ മുൻ ഉടമകൾ അടക്കമുള്ളവരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. വില്ലേജ് ഓഫീസർ മുതൽ തഹസിൽദാർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരും ഈ കേസിൽ പ്രതികളാണ്. ജയിലാണ് വിവരങ്ങൾ നൽകിയത്. മാത്യു കുഴൽനാടന്റെ റിസോർട്ടിലെ സഹനിക്ഷേപകരുടെ വീടുകളിലടക്കമാണ് ഇപ്പോൾ പരിശോധന വിജിലൻസ് നടത്തുന്നത്.